മതങ്ങൾ, വർഗങ്ങൾ, വർണ്ണങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, ആചാരങ്ങൾ, ഭക്ഷണ രീതികൾ, സംസ്കൃതികൾ, ചരിത്രങ്ങൾ, വളരെ വൈവിധ്യമുള്ള 140 കോടിയുടെ ഒരു ഇടം. ആ നാനാത്വത്തിലെ ഏകത്വമാണ് ഒരു ഹാരത്തിൽ പൂക്കൾ നിൽക്കുന്നത് പോലെ. ഹാരത്തിൽ പൂക്കൾ നിൽക്കുമ്പോൾ ഹാരത്തിൻ്റെ പൂക്കളാണ് നമ്മൾ പുറത്ത് കാണുന്നതെങ്കിൽ, പൂക്കളുടെ നർമ്മണവും സൗരഭ്യവും സൗന്ദര്യവുമാണ് നമ്മൾ പുറത്ത് കാണുന്നതെങ്കിൽ, അതിനിടയിലൂടെ ഒരു നൂലിഴ കെട്ടിയിട്ടുണ്ടാകും. ആ നൂലിഴയാണ് ഇതിനെ കോർത്തിണക്കി അങ്ങനെ സൗന്ദര്യമുള്ള ഹാരമാക്കി മാറ്റിയത്. ആ നൂലിഴയാണ് ഈ ഭാരതത്തിലെ ഇൻ്റഗ്രിറ്റി, ഇവിടുത്തെ ധർമ്മം, ഇവിടുത്തെ ഭരണഘടന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ നൂലിഴ എന്ന് പറയുന്നത്. ആ നൂലിഴയുടെ പേര് ബഹുസ്വരത എന്നുകൂടിയാണ്. അങ്ങനെ ബഹുസ്വരമായ എല്ലാവരുടെ സ്വരങ്ങൾക്കും അവസരമുള്ള, അപശ്രുതികൾക്ക് പോലും അവസരമുള്ള, പാഴ്സ്വരങ്ങൾക്കും അവസരമുള്ള ഒരു ഭൂമികയാണ്. ഇങ്ങനെ ലോകത്തൊരിടത്തുമില്ല, ഒരു സ്ഥലത്തും ഇനി ഉണ്ടാകാനും സാധ്യതയില്ല. അത് ഈ മണ്ണിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇവിടെയാണ് വലിയ ഒരു വിവാദം ഇപ്പോൾ ഈ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും കിടന്ന് കറങ്ങി അടിക്കുന്നത്. മിക്സിയിൽ അടിക്കും പോലെ, മിക്സിയിൽ സ്പീഡ് കൂട്ടി അടിക്കും പോലെ കറങ്ങി അടിക്കുകയാണ്. വിഷയം മറ്റൊന്നല്ല, PM ശ്രീ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി